ക്ഷീരമുള്ളൊരു അകിടിൻ ചോട്ടിലും കൊതുകിന് ചോര തന്നെ കൗതുകം. മലയാളത്തിലെ ഈ പഴഞ്ചൊല്ല് പോലെയാണ് മറുനാട്. മലയാളികളെ ഏറെ വിഷമിപ്പിച്ച എന്നാൽ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് മുൻപത്തെ ട്വിറ്ററിൽ ഏതോ ഒരുത്തൻ ചെയ്ത ട്വീറ്റിന്റെ അടിസ്ഥാനത്തിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ തമ്പനെയിൽ ഇട്ടു വീഡിയോ ഇറക്കി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന തന്റെ പതിവ് സ്വഭാവം ഇതവണയും മറുനാടൻ തെറ്റിച്ചില്ല. കേരളത്തിലെ ഒരൊറ്റ മുഖ്യധാര ചാനലിലും ഇങ്ങനെ ഒരു വാർത്ത വരികയോ ചർച്ചയാവുകയോ എന്തിനു അതിന്റെ സൂചന പോലും നൽകിയിരുന്നില്ല. മറുനാടന്റെ മമ്മൂട്ടിയോടുള്ള വിരോധം തുടങ്ങി കുറച്ചു അധികം നാളായി എന്നുള്ള കാര്യം നമുക്കറിയാം. പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടു ആ സിനിമയുടെ സംവിധായിക ആയ രജീനയുടെ ഭർത്താവിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നടത്തി മമ്മൂട്ടിയെ ഒരു വർഗീയവാദി ആക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇയാൾ മുൻപ് നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെയും. താൻ വളരെ വിഷമത്തോടെയാണ് ഇതൊക്കെ പറയുന്നതു എന്ന് അയാൾ പറയുമ്പോഴും അയാളുടെ കണ്ണുകളിലെ സന്തോഷം നമുക്ക് വായിച്ചെടുക്കാം. കാരണം അയാൾ ഒരു മമ്മൂട്ടി വിരോധിയാണ്. അതിന്റെ കാരണങ്ങളിലേക്ക് എന്തായാലും കടക്കുന്നില്ല. പക്ഷെ തെറിവിളികൾ അസഹനീയമായപ്പോൾ വീണ്ടും ഒരു വീഡിയോ കൂടി പുള്ളി ഇറക്കി. തനിക്ക് തെറിവിളി കേട്ടാലും വേണ്ടില്ല, മമ്മൂട്ടിക്ക് അങ്ങനെ ഒന്നും ഇല്ലാതെയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞായിരുന്നു അത്. മമ്മൂട്ടി അമാനുഷികൻ ഒന്നുമല്ല, അദ്ദേഹത്തിനും കാൻസർ വരും. എത്ര ചിട്ടയോടെ ജീവിച്ചാലും ആർക്കും ഇതൊക്കെ സംഭവിക്കാം. ഒരു കാരണവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തി പൊടുന്നനെ കുഴഞ്ഞു വീണു മരിക്കാറില്ലേ? ശാസ്ത്രം മരണ കാരണമായി കാർഡിയക് അറസ്റ്റ് എന്നും മറ്റും ഒക്കെ റിപ്പോർട്ട് എഴുതും. പക്ഷേ ഇന്നും മനുഷ്യൻ പല രോഗങ്ങളും എന്തുകൊണ്ടുവന്നു എന്ന് പോലും ശാസ്ത്രത്തിന് നിർണ്ണയിക്കാൻ സാധ്യമല്ല. 74 വയസ്സിലും മമ്മൂട്ടി ഇത്രയധികം ആക്റ്റീവ് ആയി ഇരിക്കുന്നത് കൊണ്ടാണ് പൊടുന്നനെയുള്ള ഇത്തരം വാർത്തകൾ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ ആരാധകർക്കു എന്നല്ല മുഴുവൻ മലയാളികൾക്കും ബുദ്ധിമുട്ടാകുന്നത്. മലയാളികൾ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഫാൻ ഫൈറ്റ് മാറ്റി നിർത്തിയാൽ മമ്മൂക്കയും ലാലേട്ടനും ഇല്ലാത്ത ഒരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്നും നമ്മൾ പ്രാപ്തരായിട്ടില്ല എന്ന് സാരം. എല്ലാ ഊഹാപോഹങ്ങളും കാറ്റിൽ പറത്തി എയർപോർട്ടിൽ നിന്നും ഇറങ്ങിവരുന്ന മമ്മൂട്ടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നും ഇറങ്ങി വന്ന അദ്ദേഹം പിഷാരടിക്ക് കൈ കൊടുത്ത് ഭാര്യ സുൽഫത്തിനോടൊപ്പം വണ്ടിയിൽ കയറുന്നതു കാണാം. പേർ മണി പോലെയല്ലേ ആ വരവ്? കൺ നിറച്ചു കാണും മറുനാട. വേറെ ഒന്നും വേണ്ട എന്നും ഇതുപോലെ കണ്ട മതി എന്നുമൊക്കെയാണ് വീഡിയോയ്ക്ക് ചുവടെ സ്നേഹത്തോടെയുള്ള കമന്റ്. മമ്മൂട്ടി എന്ന നടനെ, അതിലുപരി ആ മനുഷ്യനെ, മലനാടിനെ പോലെ കുറച്ചു കീടങ്ങളെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം മലയാളികളും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാനും ഈ ഒരു ന്യൂസ് ഒരു കാരണമായി. ഒരു ഹിന്ദി സിനിമയിൽ സൈഫ് അലി ഖാൻ മലയാളികളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: മലയാളികളാൽ അംഗീകരിക്കപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അംഗീകരിക്കപ്പെട്ടാൽ ലോകത്തു എവിടെയും അയാൾ അംഗീകരിക്കപ്പെടും. ആ മലയാളികൾ ജാതിമത ഭേദമന്യേ അംഗീകരിച്ച വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടേതെന്നും ഇന്നലെ മുളച്ച മലനടനെ പോലെയുള്ളവർ മറക്കണ്ട.